कार्यक्रम में हमारे साथ उपस्थित देश के कंट्रोलर एंड ऑडिटर जनरल श्री जी.सी. मुर्मू जी, രാജ്യത്തിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ശ്രീ ജി.സി. മുർമു ജി, ഡെപ്യൂട്ടി CAG ശ്രീമതി പർവീൺ മേത്ത ജി, ഈ സുപ്രധാന സ്ഥാപനത്തിലൂടെ രാജ്യസേവനത്തിനായി സമർപ്പിതരായ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഓഡിറ്റ് ദിനാശംസകൾ നേരുന്നു. CAG ഒരു സ്ഥാപനമെന്ന നിലയിൽ രാജ്യത്തിന്റെ കണക്കുകൾ പരിശോധിക്കുക മാത്രമല്ല, ഉൽപാദനക്ഷമതയിലും കാര്യക്ഷമതയിലും വാല്യൂ അഡിഷൻ നടത്തുകയും ചെയ്യുന്നു. एक संस्था के रूप में CAG न केवल देश के खातों का हिसाब किताब चेक करता है, बल्कि प्रोडक्टिविटी में, एफिशिएंसी में वैल्यू एडिशन भी करता है. इसलिए അതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഓഡിറ്റ് ദിനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നമ്മുടെ ഇംപ്രൂവ്മെന്റിലും ഇംപ്രൈസേഷനിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. CAGയുടെ പ്രസക്തിയും അന്തസ്സും നിരന്തരം പുനർരൂപകൽപ്പന ചെയ്തതിന് നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मैं आप सभी को आपकी निष्ठा के लिए CAG की प्रासंगिकता और गरिमा को लगातार नई दिशा देने के लिए बधाई देता हूं. സുഹൃത്തുക്കളെ, കാലം ചെല്ലുന്തോറും കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ പക്വത പ്രാപിക്കുകയും കൂടുതൽ ഉപയോഗപ്രദമാവുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. മിക്ക സ്ഥാപനങ്ങളും പിറവിയെടുക്കുന്നു. 3 പതിറ്റാണ്ടുകൾ, 4 പതിറ്റാണ്ടുകൾ, 5 പതിറ്റാണ്ടുകളായി. സാഹചര്യങ്ങൾ വളരെയധികം മാറുന്നു. ചിലപ്പോൾ അവയുടെ പ്രസക്തി നഷ്ടപ്പെടും. എന്നാൽ CAGയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വലിയ പൈതൃകമാണ്, ഒരു വലിയ വിശ്വാസമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഓരോ തലമുറയും അതിനെ നോക്കി നടത്തുന്നതും പരിപാലിക്കുന്നതും അലങ്കരിക്കുന്നതും ഭാവി തലമുറകൾക്ക് കൂടുതൽ അനുയോജ്യമാക്കുന്നതിന്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. उसे संवारना, उसके सजाना और आने वाली पीढ़ियों के लिए और अधिक उपयुक्त बना करके उसको संक्रमित करना, ट्रांसफर करना, मैं समझता हूं ये बहुत बड़ी जिम्मेवारी भी है. साथियों, पिछली बार जब मैं സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ, നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ, അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ 150ാം ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു. ചടങ്ങിൽ ബാപ്പുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇന്ന് ഓഡിറ്റ് ഡേയുടെ ഈ സുപ്രധാന പരിപാടി നടക്കുമ്പോൾ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തെ അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയുടെ നായകനായ സർദാർ പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള ഭാഗ്യം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. देश की अखंडता के नायक सरदार पटेल की प्रतिमा के अनावरण का सौभाग्य मिला है. गांधी जी हो, सरदार पटेल हो या फिर बाबा साहब आम्बेडकर, राष्ट्र निर्माण में इन सभी का योगदान CAG के लिए, हम सभी के लिए, कोटि कोटि देशवासियों के लिए बहुत बड़ी प्रेरणा है. ഗാന്ധിജിയോ സർദാർ പട്ടേലോ ബാബാ സാഹേബ് അംബേദ്കറോ ആകട്ടെ, രാഷ്ട്ര നിർമ്മാണത്തിൽ ഇവരെല്ലാം നൽകിയ സംഭാവനകൾ CAGക്ക്, നമുക്കെല്ലാവർക്കും, രാജ്യവാസികൾക്കെല്ലാവർക്കും
വലിയ പ്രചോദനമാണ്. व्यवस्था में എത്ര വലിയ ലക്ഷ്യങ്ങളാണ് രാജ്യത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്. അവ എങ്ങനെ കൈവരിക്കുന്നു, വ്യവസ്ഥിതിയിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ മഹത് വ്യക്തികളുടെ ജീവിത കഥ നമ്മെ പലതും പഠിപ്പിക്കുന്നു. साथियों, एक समय था जब देश में ऑडिट को एक आशंका, एक भय के साथ देखा जाता था. സുഹൃത്തുക്കളെ, രാജ്യത്തെ ഓഡിറ്റിനെ ഭയത്തോടെയും ആശങ്കയോടും നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ये हमारी व्यवस्था CAG വേഴ്സസ് ഗവൺമെന്റ് ഇത് നമ്മുടെ സംവിധാനത്തിന്റെ പൊതുവായ ചിന്തയായി മാറി. और कभी പിന്നെ ചിലപ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ്, कि बाबू लोग അവർ ഇങ്ങനെ കൊടുക്കും. ऐसा ही CAGയിലെ ആളുകൾ എല്ലാറ്റിനും തെറ്റു കാണുന്നവരാണെന്നാണ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. नुस्खी नजर आती. എന്നാൽ ഇന്ന് ഈ ചിന്താഗതി മാറിയിരിക്കുന്നു. മൂല്യവർദ്ധനയുടെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് ഇന്ന് ഓഡിറ്റ് കണക്കാക്കപ്പെടുന്നത്. मानसिकता को बदला गया है. आज ऑडिट को वैल्यू एडिशन का अहम हिस्सा माना जा रहा है. सरकार के कामकाज का आकलन करते समय CAG के पास आउटसाइड ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ CAGക്ക് ഔട്ട്സൈഡർ വ്യൂ എന്ന जो നേട്ടമുണ്ട്. कुछ हमें बताते हैं നിങ്ങൾ ഞങ്ങളോട് പറയുന്നതിൽ നിന്ന് ഞങ്ങൾ സിസ്റ്റമിക് ഇംപ്രൂവ്മെന്റ് നടപ്പിൽ വരുത്തുന്നു. उसे हम अपने लिए അത് ഞങ്ങൾക്കുള്ള പിന്തുണയായാണ് ഞങ്ങൾ കാണുന്നത്. വളരെ കാലം സർക്കാരുകളെ നയിക്കാനുള്ള പദവി എനിക്കുണ്ടായിട്ടുണ്ട്. सरकारों का नेतृत्व करने का सौभाग्य मिला. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോട് പറയുമായിരുന്നു, ഇന്നും ഞാൻ അത് തന്നെ പറയുന്നു, अपने अधिकार CAG ചോദിക്കുന്ന രേഖകളും വിവരങ്ങളും നിങ്ങൾ നൽകണം. आज भी यही कहता हूं. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു ഫയലുകളും അവർക്ക് നൽകണം. जाते हैं ഇത് നമ്മൾക്ക് മികച്ച ജോലി ചെയ്യാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു. अपने നമ്മുടെ സ്വയം വിലയിരുത്തൽ ജോലി എളുപ്പമാകും. दीजिए. इससे हमारे लिए और बेहतर काम करने का स्कोप तैयार होता है. हमारा सेल्फ असेसमेंट का काम आसान हो जाता है. साथियों, സുഹൃത്തുക്കളെ, और पारदर्शिता നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും സർക്കാരിലായാലും हमारे व्यक्तिगत जीवन വിശുദ്ധിയും में हो, സ്വകാര്യതയും നമ്മുടെ മനോവീര്യം ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നു. सबसे ഉദാഹരണത്തിന്, बड़े moral booster നേരത്തെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ സുതാര്യത ഇല്ലാത്തതിനാൽ വ്യത്യസ്ത രീതികൾ പിന്തുടർന്നിരുന്നു. में ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നതായിരുന്നു ഫലം. तरह तरह की प्रैक्टिसेस चलती थी. परिणाम ये हुआ कि बैंकों के NPS बढ़ते गए. NPS को कारपेट के नीचे कवर करने का जो कार्य पहले के समय किया गया, वो शायद मुझसे ज्यादा आप लोग जानते हैं. NPAകൾ പരവതാനിക്ക് കീഴിൽ മറയ്ക്കുന്ന പണ്ട് ചെയ്തിരുന്ന ജോലിയെക്കുറിച്ച് എന്നെക്കാളും അധികം നിങ്ങൾക്കറിയാം. पिछली എന്നാൽ തികഞ്ഞ സത്യസന്ധതയോടെ മുൻ സർക്കാരുകളുടെ സത്യം, സാഹചര്യം എന്തു തന്നെയായാലും देश के ഞങ്ങൾ അവ രാജ്യത്തിന് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. पहचानेंगे तभी അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് तलाश कर ധനക്കമ്മിയെക്കുറിച്ച്, ഗവൺമെന്റ് ചെലവുകളെക്കുറിച്ച് നിരന്തരമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. फिस्कल ഉപയോഗിക്കാത്തതും അണ്ടർ യൂട്ടിലൈസ്ഡുമായ ഘടകങ്ങളിൽ നിന്ന് ധനസമ്പാദനം നടത്തുന്നതിന് ധീരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് आगाह किया जाता था. ഞങ്ങൾ നിങ്ങൾ മുന്നോട്ട് വച്ച ആശങ്കകൾ പോസിറ്റീവായി സ്വീകരിച്ചു. ഇന്ന് ഈ തീരുമാനങ്ങളുടെ ഫലങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. और अंडर यूज एलिमेंट्स को मोनिटाइज करने के साहसिक निर्णय लिए. आज इन फैसलों के परिणाम फिर से गति पकड़ रही अर्थव्यवस्था, जिसकी चर्चा पूरी दुनिया में हो रही है, വീണ്ടും ശക്തി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. जब CAGയിൽ ഇവയെക്കുറിച്ച് സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ തീരുമാനങ്ങളുടെ പല വശങ്ങളും ചിലപ്പോൾ വിദഗ്ധർ പോലും വിട്ടുകളയുമെന്ന് ഞാൻ കരുതുന്നു. ऐसे पहलू सामने आएंगे
जो कभी-कभी विशेषज्ञों से भी छूट जाते हैं। साथियों, आज हम ऐसी व्यवस्था बना रहे हैं जिसमें जो पुरानी सोच है, सरकार सर्वम, सरकार जानम, सरकार ज्ञानम, इस पुरानी सोच को हमने बदलने का तय कर लिया। സുഹൃത്തുക്കളെ, സർക്കാർ സർവം, സർക്കാർ ജ്ഞാനം, സർക്കാർ ഗ്രഹണം എന്ന പഴഞ്ചൻ ചിന്താഗതിയുണ്ടല്ലോ. आपका काम ഈ പഴയ ചിന്താഗതി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ച് അത്തരത്തിലൊരു സംവിധാനമാണ് ഇന്ന് നാം ഉണ്ടാക്കുന്നത്. मैक्सिमम गवर्नेंस, തൽഫലമായി സർക്കാരിന്റെ ഇടപെടലുകളും കുറയുന്നു. നിങ്ങളുടെ ജോലിയും എളുപ്പമാവുകയാണ്. മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവേണൻസ്, സമ്പർക്കരഹിതമായ കസ്റ്റംസ്, ഓട്ടോമാറ്റിക് റിന്യൂവൽസ്, ഫേസ്ലെസ് അസസ്മെന്റ്സ്, സേവന വിതരണത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ, ഈ പരിഷ്കാരങ്ങളെല്ലാം സർക്കാരിൽ നിന്നുള്ള അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കി. സിസ്റ്റത്തിൽ ഈ സുതാര്യത വരുമ്പോൾ അതിന്റെ ഫലങ്ങളും നമുക്ക് വ്യക്തമായി കാണാം. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമായി മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ 50-ലധികം ഇന്ത്യൻ യൂണിക്കോണുകൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ IIT-കൾ യൂണിക്കോണുകൾക്ക് സൗകര്യമൊരുക്കുന്ന 4ാമത്തെ വലിയ സ്ഥാപനമായി ഉയർന്നു. മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവേണൻസ് എന്ന ഈ ക്യാമ്പയിനിൽ നിങ്ങൾ എല്ലാവരും, രാജ്യത്തെ ഓരോ സ്ഥാപനവും പങ്കാളികളാകണം. ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണം. സഹയാത്രികരായി നടക്കണം. നമ്മുടെ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഈ അമൃതകാലത്തിൽ എടുക്കുന്ന ദൃഢനിശ്ചയം 2047-ൽ ഇന്ത്യ അതിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വലിയ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള ശക്തിയായി വർത്തിക്കണം. आप सभी को, देश की हर संस्था को सहभागी बनना है, ओनरशिप लेनी है, ट्रैवलर के रूप में चलना ही चलना है. हमारी हर संवैधानिक संस्था के लिए ये अमृत काल का एक संकल्प 2047 में जब हिंदुस्तान शताब्दी मनाएगा तब देश को बहुत ऊंचाई पर ले जाने की ताकत के रूप में काम आएगा. साथियों, സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി സർക്കാർ ഫയലുകളും ബുക്കുകളും നിർബന്ധപൂർവ്വം പിടിച്ചുവെക്കുന്ന ഒരു സംഘടനയായി CAGയെ നമ്മുടെ രാജ്യത്ത് മുദ്ര കുത്തിയിരുന്നു. ഇതായിരുന്നു CAGയുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചുള്ള ചിത്രം. 2019-ൽ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോഴും ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. और इसका जिक्र मैंने 2019 में भी जब आपके बीच में आया था, मैंने उल्लेख किया था. मुझे खुशी है कि आप तेजी के साथ परिवर्तन ला रहे हैं, प्रक्रियाओं को आधुनिक बना रहे हैं. आज आप एडवांस एनालिटिक टूल्स इस्तेमाल कर रहे हैं. നിങ്ങൾ മാറ്റങ്ങൾ വേഗത്തിലാക്കുകയും പ്രക്രിയകൾ നവീകരിക്കുകയും ചെയ്യുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾ ജിയോ സ്പെഷ്യൽ ഡാറ്റയും സാറ്റലൈറ്റ് ഇമേജറിയും ഉപയോഗിച്ച് വിപുലമായ അനലിസ്റ്റിക് ടൂളുകൾ ഉപയോഗിക്കുന്നു. ഈ നവീകരണം നമ്മുടെ വിഭവങ്ങളിലും ഉണ്ടാകണം. കൂടാതെ നമ്മുടെ പ്രവർത്തന ശൈലിയിലും അത് കടന്നു വരണം. ഫീൽഡ് ഓഡിറ്റിന് മുമ്പായി നിങ്ങൾ പ്രാഥമിക കണ്ടെത്തലുകൾ ഡിപ്പാർട്ട്മെന്റുകളുമായി പങ്കിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഈ പ്രാഥമിക കണ്ടെത്തലുകളും നിങ്ങളുടെ ഫീൽഡ് പഠനവും സംയോജിപ്പിക്കുമ്പോൾ ഫലങ്ങൾ നിശ്ചയമായും മികച്ചതായിരിക്കും. അതുപോലെ നിങ്ങൾ ഓഫീസിന് പുറത്തുപോയി ഓഡിറ്റുകളെയും പങ്കാളികളെയും കാണണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. നിങ്ങൾ ഈ നിർദ്ദേശം അംഗീകരിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ CAGയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രാലയ സെക്രട്ടറിമാരും ഒരു സെമിനാർ നടത്തിയിരുന്നു. ഈ ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. സെമിനാറുകൾ വരെ മാത്രമായി ഈ ചക്രം അവസാനിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. CAGയും വകുപ്പുകളും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ
പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത് മാറും. सेमिनार तक ही नहीं रुकेगा. ये सीएजी और विभागों के बीच पार्टनरशिप में प्रोग्रेस करने का माध्यम बनेगा. जब मैं सुनता हूं कि एक ग्राम पंचायत की महिला प्रधान को आपने इस प्रक्रिया में शामिल किया है, तो हम सब के लिए ये गर्व की बात है कि आज हमारी संस्थाएं इस तरह के ओपन एनवायरनमेंट में जमीन से जुड़कर काम कर रही है. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതാ മേധാവിയെ നിങ്ങൾ ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഇന്ന് അത്തരം തുറന്ന ചുറ്റുപാടിൽ അടിത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. ഈ പരിണാമം, ഈ അനുഭവം CAG-യെയും നമ്മുടെ ഓഡിറ്റിംഗ് സംവിധാനത്തെയും പുതിയ ഉയരങ്ങളിലെത്തിക്കും. നമ്മുടെ ഓഡിറ്റിംഗ് എത്രത്തോളം ശക്തവും ശാസ്ത്രീയവുമാണോ അത്രത്തോളം സുതാര്യവും ശക്തവുമായിരിക്കും നമ്മുടെ സംവിധാനങ്ങൾ. साथियों, कोरोना के मुश्किल समय में भी CAG ने कितनी तन्मयता के साथ काम किया, इसकी जानकारी मुझे मिलती रही है. और अभी कुछ बातें मुर्मू जी से भी सुनने को मिली. दुनिया के दूसरे बड़े देशों से होती हुई कोरोना की लहर हमारे यहां पहुंची थी. സുഹൃത്തുക്കളെ, കൊറോണയുടെ ദുഷ്കരമായ സമയങ്ങളിൽ പോലും CAG എത്ര ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് എനിക്ക് വിവരം കിട്ടുന്നുണ്ടായിരുന്നു. മുർമുജിയിൽ നിന്നും ചില കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു. ലോകത്തിലെ മറ്റു വലിയ രാജ്യങ്ങളിലൂടെ കൊറോണയുടെ തരംഗം നമ്മളിലേക്ക് എത്തിയിരുന്നു. ഇത്രയും വലിയ ജനസംഖ്യയുടെ വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പരിമിതമായ വിഭവങ്ങളുടെ സമ്മർദ്ദം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് മേലുണ്ടായിരുന്നു. പക്ഷേ രാജ്യം എല്ലാ മുന്നണികളിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. मुझे बताया गया है कि CAG ने भी अपने दायित्वों से आगे बढ़कर आम जनता को वैक्सीनेशन में भी मदद की. ചികിത്സ മുതൽ പ്രതിരോധം വരെ ചെയ്തു. വലിയ രാജ്യങ്ങൾക്ക് വിപുലമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സമാനതകളില്ലാത്ത സാമൂഹിക ശക്തി ഉണ്ടായിരുന്നു. വാക്സിനേഷനിൽ പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് CAG-യും അതിന്റെ ബാധ്യതകൾക്കപ്പുറത്തേക്ക് പോയതായി എന്നോട് പറഞ്ഞിരുന്നു. ഈ മനോഭാവത്തോടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും ഓരോ നാട്ടുകാരും അവരവരുടെ കർമ്മ നിർവഹിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. നമ്മുടെ ജോലി എന്താണെന്നല്ലേ നമ്മൾ തിരക്കിയത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയുടെ വെല്ലുവിളി എത്രത്തോളം അസാധാരണമായിരുന്നു അത്രത്തോളം അനിതര സാധാരണമായിരുന്നു അതിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടവും. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രോഗ്രാമും നടത്തുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രാജ്യം 100 കോടി വാക്സിൻ ഡോസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടു. പാൻഡമിക്കിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത നല്ല കീഴ്വഴക്കങ്ങൾ അതിന്റെ പതിവ് പ്രവർത്തനത്തോടൊപ്പം CAG പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യം എന്തൊക്കെ പുതുതായി പഠിച്ചുവോ, പുതിയ സിസ്റ്റമിക് ലേണിംഗ് നടന്നോ, അവയൊക്കെ ഭാവിയിൽ ഗ്ലോബൽ ഗുഡ് പ്രാക്ടീസുകളായി മാറാൻ സഹായിക്കും. ഭാവിയിലെ മഹാമാരിക്കെതിരെ പോരാടാൻ ലോകത്തെ സജ്ജമാക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭാവി മഹാമാരിयों से लड़ने के लिए तैयार करेगी, मजबूती देगी. साथियों, पुराने समय में इंफॉर्मेशन स्टोरीज के लिए प्रसारित होती थी. कहानियों के जरिए ही इतिहास लिखा जाता था. लेकिन आज 21वीं सदी में डेटा ही इंफॉर्मेशन है और आने वाले समय में हमारी हिस्ट्री भी डेटा के जरिए देखी और समझी जाएगी. സുഹൃത്തുക്കളെ, പഴയകാലത്ത് കഥകളിലൂടെയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. കഥകളിലൂടെയാണ് ചരിത്രം രചിക്കപ്പെട്ടത്.
और बात जब डेटा और उसके എന്നാൽ ഇന്ന് assessment की होती है, 21-ാം നൂറ്റാണ്ടിൽ ഡാറ്റയാണ് ഇൻഫർമേഷൻ. तो आपसे बढ़कर വരും കാലങ്ങളിൽ നമ്മുടെ ചരിത്രവും ഡാറ്റയിലൂടെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇൻ ഫ്യൂച്ചർ ഡാറ്റ വിൽ ബി ഡിക്റ്റേറ്റിംഗ് ദ ഹിസ്റ്ററി. കൂടാതെ ഡാറ്റയുടെയും അതിന്റെ വിലയിരുത്തലിന്റെയും കാര്യത്തിൽ നിങ്ങളെക്കാൾ മികച്ച ഒരു മാസ്റ്റർ ഇല്ല. അതുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവത്തിൽ രാജ്യം നടത്തുന്ന പരിശ്രമങ്ങൾ, इस कालखंड അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്യങ്ങൾ, രാജ്യത്തിന്റെ ഈ പരിശ്രമങ്ങൾ ഭാവിയിൽ ഈ കാലഘട്ടം വിലയിരുത്തപ്പെടുമ്പോൾ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രമാണങ്ങൾ അതിനുള്ള ഒരു ആധികാരിക അടിത്തറയായി മാറുക. हम अपने स्वाधीनता संग्राम से जुड़े ഇന്ന് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നോക്കുന്നത് പോലെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം തികയുമ്പോൾ അന്നത്തെ ഇന്ത്യക്ക് അതിന്റെ ചരിത്രം പരിശോധിക്കാനും അതിൽ നിന്ന് പഠിക്കാനും ഇന്നത്തെ പഠന റിപ്പോർട്ടുകൾക്ക് കഴിയണം. उस समय के भारत के लिए अपने इतिहास में झोंकने का, उससे सीखने का जरिया बन सकती है. साथियों, आज देश ऐसे कितने ही काम कर रहा है जो अपने आप में अप्रत्याशित भी हैं और अभूतपूर्व भी है. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യം അത്തരം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു. अभी जब मैं അവ തന്നെ അപ്രതീക്ഷിതവും അഭൂതപൂർവവുമാണ്. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായി പരാമർശിക്കുമ്പോൾ സമാനമായി നിരവധി ദൃഢനിശ്ചയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നാട്ടുകാരുടെ നിരവധി ശ്രമങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ സർക്കാർ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങളും കോടികളും ബുക്ക് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലെന്നതായിരുന്നു സത്യം. താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത, തലയ്ക്കു മുകളിൽ കോൺക്രീറ്റ് മേൽക്കൂരയില്ലാത്ത ഇത്തരം നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു. കുടിവെള്ള സൗകര്യം, വൈദ്യുതി കണക്ഷൻ, വീട്ടിൽ കക്കൂസ്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ചികിത്സാ സൗകര്യം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മുടെ സ്വന്തം രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് ലക്ഷറി ആയിരുന്നു. हमारे ही देश में करोड़ों लोगों के लिए ये बुनियादी जरूरतें लग्जरी हुआ करती थी. लेकिन आज ये परिस्थिति बदली है और तेजी से बदल भी रही है. देश अगर इस मुकाम तक पहुंचा है, എന്നാൽ ഇന്ന് ഈ സാഹചര്യം മാറി, कितने ही അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. दिन रात की मेहनत है. രാജ്യം ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് നാട്ടുകാരുടെ രാവും പകലുമുള്ള കഠിന അധ്വാനമുണ്ട്. हमारे हेल्थ सेक्टर के लोग, അവരുടെ എത്രമാത്രം അധ്വാനമുണ്ട്. बैंकिंग से നമ്മുടെ ആരോഗ്യ മേഖലയിലെ ആളുകളോ, सरकारी विभाग, ബാങ്കിംഗ് മേഖലയിലെ ആളുകളോ, സർക്കാർ വകുപ്പുകളോ, प्राइवेट सेक्टर, അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരോ, सबने അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ മേഖലയോ ആകട്ടെ, सामंजस्य के साथ അവരെല്ലാം അസാധാരണമായ തലത്തിൽ അഭൂതപൂർവമായ ഐക്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. तब जाकर गरीब എങ്കിലേ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. संभव हुई है. എങ്കിൽ മാത്രമേ നാടിന്റെ വികസനത്തിന് ഈ കുതിപ്പ് കൈവരികയുള്ളൂ. हासिल हुई है. साथियों, समाज സുഹൃത്തുക്കളെ, ഈ തീരുമാനങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. कि उन्हें हम तभी समझ ഈ ദിശയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അവ മനസ്സിലാക്കാൻ കഴിയൂ. രാജ്യത്തിന്റെ ഈ ശ്രമങ്ങളെയും ഈ ഫലങ്ങളെയും CAG വിലയിരുത്തണം. इन परिणामों का ഈ വിവരണം രാജ്യത്തിന്റെ കൂട്ടായ പ്രയത്നത്തിന്റെ പ്രകടനവും രാജ്യത്തിന്റെ ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ജീവിക്കുന്ന രേഖയായിരിക്കും. അതേസമയം നിങ്ങളുടെ രേഖകൾ വരാനിരിക്കുന്ന ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിന്റെ മികച്ച വഴികൾ കണ്ടെത്തുന്നതിനും ഉപയോഗപ്രദമാകും. साथ ही इससे രാജ്യത്തിനായുള്ള നിങ്ങളുടെ സംഭാവനകൾ അചഞ്ചലമായി തുടരുമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ये आपके दस्तावेज काम आएंगे. ആ ബോധ്യത്തോടെ मुझे पूरा എല്ലാവർക്കും വളരെ നന്ദി. कि देश के लिए ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. अनवरत जारी रहेगा, देश के विकास को नई गति देता रहेगा.
इसी विश्वास के साथ आप सभी का बहुत बहुत धन्यवाद और आप सबको अनेक अनेक शुभकामनाएं।